വെൽക്കം ബാക്ക്. സിദ്ദീഖ് എവിടെയാണ്? സിദ്ദീഖിനെ പിടിക്കാൻ സാധിക്കുമോ? സിദ്ദീഖ് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞു. ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അസംഷനുകളുമായി സിദ്ദീഖിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. കണ്ടെത്തുന്നതിലുള്ള ഒരു ഇഴച്ചിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇതുവരെ നടന്ന കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? രജനി, നമുക്ക് ഈ കേസിനെ ഒരു സാധാരണ ഒരു ബലാത്സംഗ കേസിനും സമാനമായി നമുക്ക് കണക്കാക്കാനാവില്ല. കാരണം ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ തന്നെ അത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് എന്ന് പറയുന്ന സമൂഹത്തിലെ പ്രബലനായ ഒരാളാണ്, സിനിമാ നടനാണ്. അങ്ങനെ പെട്ടെന്ന് ഒളിച്ചു പോകാൻ പറ്റുന്ന ഒരാളല്ല. കാരണം സിദ്ദീഖിനെ കേരളത്തിൽ എവിടെ പോയാലും സിദ്ദീഖിനെ ഐഡന്റിഫൈ ചെയ്യും എന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിദ്ദീഖിന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒളിച്ചു പോകാൻ കഴിയില്ല. അതായത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, സിദ്ദീഖ് കാർ മാറി കയറിയെന്ന്. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന സംശയങ്ങളാണ്, അസംഷനുകളാണ് പറയുന്നത്. സിദ്ദീഖ് ഇന്നലെ രാവിലെ 10:30 അതായത് ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പുറത്തിറങ്ങി യാത്രാമധ്യേ കാറ് മാറി കയറി. വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടായിരുന്നു സിദ്ദീഖ് ഇരുന്നത്. എന്ത് ചെയ്യണമെന്ന് സിദ്ദീഖിന് അറിയാമായിരുന്നു. ഇനി സിദ്ദീഖിനെ എവിടെ പോയാലും തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുന്നു. സിദ്ദീഖ് ഈ പറഞ്ഞ സിനിമകളിലൊക്കെ അഭിനയിച്ച ബെഡാ ദോസ്ത് തൊട്ട് ഇങ്ങോട്ട് അഭിനയിച്ച ഒരുപാട് വിഗുകളും കാര്യങ്ങളും ഒക്കെ ആശാന്റെയിലുണ്ട്. ആ വിഗൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരും തിരിച്ചറിയത്തില്ല. അതുപോലെ തന്നെ സിദ്ദീഖ് ഒരു പർദ്ദയിട്ടൊരു മുസ്ലിം സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ ആരും തിരിച്ചറിയും? ആരെങ്കിലും അത് പൊക്കി നോക്കാൻ പോവോ? സോ സിദ്ദീഖിനെ എങ്ങനെയാണ് മുങ്ങി അടക്കേണ്ടത്, എങ്ങനെയാണ് കണ്ണു വെട്ടിക്കേണ്ടതെന്നൊക്കെ അറിയാം. സിദ്ദീഖ് വളരെ ക്രൂക്കഡ് മൈൻഡുള്ള ഒരാളാണ്, വളരെ ബുദ്ധിശാലിയാണ്. സോ സിദ്ദീഖിനെ പെട്ടെന്ന് പിടിക്കാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സിദ്ദീഖിനെ ഇവിടെ പിടിക്കാമായിരുന്നു. ഈ പറഞ്ഞ ഫോൺ ട്രേസ് ചെയ്യുന്നതൊക്കെ ആ സമയത്ത് നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കാമായിരുന്നു. ഇവിടെ പോലീസിന്റെ ഒരു അനാസ്ഥ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ ഇനിയിപ്പം സിദ്ദീഖിന്റെ ഈ പറഞ്ഞ രേഖാചിത്രം വരയ്ക്കുക, സിദ്ദീഖിന്റെ 10 രേഖാചിത്രം, അതായത് സിദ്ദീഖ് താടി വെച്ചുള്ള, സിദ്ദീഖ് മീശ വെച്ചുള്ള, വൃദ്ധനായ സിദ്ദീഖ്, യങ് ആയ സിദ്ദീഖ്, അതുപോലെ തന്നെ സിദ്ദീഖ് പെൺവേഷത്തിൽ എങ്ങനെയാണ്, അങ്ങനെ ഒരു 10 ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സിദ്ദീഖിനെ ആരെങ്കിലും തിരിച്ചറിയാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ ബലമായ സംശയം, ഞാൻ ഇപ്പോഴും സംശയിക്കുന്നത്, രാമപിള്ള വക്കീലുമായി സിദ്ദീഖ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സിദ്ദീഖ് ഈ പറഞ്ഞ കണക്ക് പിടി കൊടുക്കുന്നതാണ് നല്ലതെന്ന് നിയമോപദേശം കിട്ടിയെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. കാരണം അങ്ങനെ പറയുമ്പോൾ പോലീസ് കുറച്ചുകൂടി ഒന്നായും, കാരണം സിദ്ദീഖ് തന്നെ വന്ന് കീഴടങ്ങും എന്ന് പോലീസ് തെറ്റിദ്ധരിക്കും, കുറച്ചുകൂടെ ഒന്ന് അയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ദീഖിന് വിദേശത്തേക്ക് മുങ്ങാനുള്ള വലിയ സാധ്യതയുണ്ട്. എനിക്ക് മനസ്സിലാവുന്ന ഒരു പക്ഷേ സിദ്ദീഖ് കേരളം വിട്ട് മംഗലാപുരത്തോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ ഇപ്പം പോയിട്ടുണ്ടാവാം. അവിടുന്ന് ഒരു പക്ഷേ വ്യാജ പാസ്പോർട്ടിൽ സിദ്ദീഖിന് മുങ്ങാൻ സാധിക്കും. സിദ്ദീഖിന് അത്യാവശ്യം ഹോൾഡുള്ള ഒരാളാണ്. മാംഗ്ലൂർ എയർപോർട്ട് വഴി എന്തായാലും സിദ്ദീഖിനെ ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ച് വിദേശത്തേക്ക് മുങ്ങാൻ സാധിക്കും. വിജയ് മല്യയുടെ ഒക്കെ കേസ് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ സിദ്ദീഖ് മുങ്ങുകയാണെങ്കിൽ ഏറ്റവും അധികം നാണക്കേട് നമ്മുടെ കേരള പോലീസിനുണ്ടാവും. ഒരുപക്ഷെ UK-യിലൊക്കെയാണ് പോകണമെങ്കിൽ അദ്ദേഹം അവിടെ വലിയൊരു സ്റ്റാറായി മാറാനും ഒരു ചാൻസ് ഉണ്ട്. നക്കലിനൊക്കെ അവിടെ വലിയ വിഷയമില്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ശോഭിക്കാനും കഴിയും. ഒരുപക്ഷെ ഇത്തരം രാജ്യങ്ങളിലോട്ടാണ് സിദ്ദീഖ് രക്ഷപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരു ഹോളിവുഡ് സ്റ്റാറായി മാറുന്ന സിദ്ദീഖിനെ നമ്മൾ കാണേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ കൂടി ഉണ്ടാവും. സാഹചര്യത്തിൽ സിദ്ദീഖിന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒളിച്ചു പോകാൻ കഴിയില്ല. ഇതിൽ അന്വേഷണ സംഘത്തിന് പറ്റിയ പിഴവ് അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു ലാഗ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ സിദ്ദീഖിനെ പോലെ ഒരാൾക്കെതിരായ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിലെ ഉത്തരവ് വരുമ്പോൾ അവരെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ അന്വേഷണ സംഘം ചെയ്യേണ്ട ഒരു പതിവാണ്. കാരണം സാധാരണഗതിയിൽ നമുക്കറിയാം, നേരത്തെ ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ പോയി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കും എന്ന് കരുതിയിട്ട് അവര് അന്നേ ദിവസം ഉത്തരവ് വരുന്ന ദിവസം രാവിലെ 10 മണിയോടുകൂടി തന്നെ ദിലീപിന്റെ ആലുവയിലെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയും ഉത്തരവ് പറയാൻ ഒരുങ്ങുമ്പോൾ ദിലീപിന്റെ ഫ്രണ്ടിൽ ഈ ഗേറ്റ് തുറന്ന് കയറിപ്പോകാൻ പാകത്തിൽ അകത്തേക്ക് കയറാൻ തയ്യാറായത്. പക്ഷേ ദിലീപിന് അനുകൂലമായിട്ടാണ് അന്ന് ഉത്തരവ് വരികയും അന്വേഷണ സംഘം മടങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. ദിലീപിന് അനുകൂലമായാണ് വന്നത്. ഇവിടെ സിദ്ദീഖിന് അനുകൂലമായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും സിദ്ദീഖിനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തേനെ, ജാമ്യം കിട്ടി പോവുകയും ചെയ്തേനെ. സിദ്ദീഖിന് അനുകൂലമായി വിധി വന്നില്ല. സുപ്രീം കോടതിയിൽ പോയാലും അനുകൂലമായി ഉടൻ വിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ സിദ്ദീഖിന്റെ കാര്യത്തിൽ ഇതിലൊരു അയവ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിദ്ദീഖിനെ പൊക്കാമായിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ 10:30 തന്നെ സ്പോട്ടിൽ സിദ്ദീഖിനെ പൊക്കാമായിരുന്നു. 22 മണിക്കൂർ അന്വേഷിച്ചിട്ടും സിദ്ദീഖിനെ പോലുള്ള ഒരു പ്രമുഖ നടനെ കൊച്ചിയിൽ നിന്ന് പൊക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത്യന്തം നാണക്കേട് തന്നെയാണ്. അത് മാത്രമല്ല, ഇത്തരം ക്രിമിനലുകൾ, അതായത് സിദ്ദീഖിന്റെ ഈ പെണ്ണുപിടിക്കുന്നതിനും കാര്യങ്ങൾക്കൊന്നും നമുക്കെതിരല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ സിദ്ദീഖ് ചെയ്തത് ചൂഷണമാണ്. സിനിമാ മേഖലയിൽ അവസരം കൊടുക്കാം, അമ്മയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് അങ്ങേയറ്റം തന്തയില്ലായ്മയും തെറ്റുമാണ്. അങ്ങനെയുള്ളവൻ ഒരിക്കലും ഈ പദവികളിലൊന്നും ഇരിക്കാൻ പാടില്ല. അത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇവരൊക്കെ ഈ പദവികളിൽ ഇരുന്നിട്ട് വെള്ളം ഇട്ടിട്ട് വലിയ പുണ്യാത്മാക്കളാണെന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ ഈ പ്രഗത്ഭന്മാരായിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുടെയും യഥാർത്ഥ ജീവിതത്തിൽ അവർ വലിയ വില്ലന്മാരാണ്. സിദ്ദീഖ് അദ്ദേഹത്തിന്റെ സിനിമയിൽ കണ്ട പല കഥാപാത്രങ്ങളെക്കാൾ ക്രൂരനായ ഒരു വില്ലനാണ് ഇപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിനയം അറിയാതെ എന്ന ആത്മകഥ എഴുതി 2 മാസത്തിനകം തന്നെ ഇത്രയും അധികം അഭിനയം കാഴ്ചവെക്കേണ്ടുന്ന അവസ്ഥ സിദ്ദീഖിന് വന്നത് ഏറ്റവും ദൗർഭാഗ്യകരം തന്നെയാണ്.
സോ പോലീസ് അടക്കമുള്ള ആളുകൾ, വാർത്താ മാധ്യമങ്ങൾ അടക്കം സിദ്ദീഖിനെ ഒരു ലാഘവത്തോടു കൂടി കണ്ട്. അത് ചെയ്യാൻ പാടില്ല. സിദ്ദീഖ് കൂർമ്മ ബുദ്ധിക്കാരനാണ്. നാളെ സിദ്ദീഖ് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ന്യൂസ് കൊടുക്കുവാണെങ്കിൽ അങ്ങേയറ്റം നാണക്കേടാണ് ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിനും പോലീസിനും ഒക്കെ നാണക്കേടാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും ഇത്. കാരണം സിദ്ദീഖ് വിദേശത്തേക്ക് കടക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. കൊച്ചിയിൽ നിന്ന് സിദ്ദീഖിനെ പൊക്കാൻ സാധിച്ചെങ്കിൽ 100% സിദ്ദീഖ് അന്യ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. അന്യ സംസ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കടന്നു കളഞ്ഞിരിക്കും. കാരണം വേഷന്മാർ വിജയ് മല്യ എങ്ങനെയാണോ പോയത് ആ രീതിയിൽ ഒരുപക്ഷെ സിദ്ദീഖ് രക്ഷപ്പെടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. UK-ലോ മറ്റു രാജ്യങ്ങളിലോ പോവുകയാണെങ്കിൽ സിദ്ദീഖിനെ ഈ ഒരു കേസിൽ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. സംസ്ഥാനം വിട്ടുള്ള അന്വേഷണം ഊർജ്ജമാക്കിയാൽ മാത്രമേ സിദ്ദീഖിനെ പിടിക്കാൻ സാധിക്കത്തുള്ളൂ. സിദ്ദീഖിനെ ഇപ്പോൾ പിടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ 15 ദിവസമെങ്കിലും സിദ്ദീഖ് ജയിലിൽ കിടക്കും. അത് ഒഴിവാക്കാനാണ് സിദ്ദീഖ് ഇത്രയും അധികം പരാക്രമം കാണിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കേസ് എന്ന് പറയുന്നത് സിദ്ദീഖിന്റെ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ, സിദ്ദീഖിന്റെ തുപ്പിലടക്കമുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പെൺകുട്ടി ഡ്രസ്സ് കരുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയം അത് തന്നെയാണ്, ഡ്രസ്സ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സോ അതൊക്കെ ഏറ്റവും ഭീമമായ തെളിവ് തന്നെയാണ്. അത് മാത്രം മതി സിദ്ദീഖിനെതിരെ ഏതാണ്ട് 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള കേസുകളിൽ ജാമ്യമില്ലെന്നാണ് നിലവിൽ. ജാമ്യം കിട്ടില്ല. സോ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും സിദ്ദീഖിന്റെ കേസിൽ ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖിന് ജാമ്യം ഹൈക്കോടതി നിശ്ചയിച്ചത്. സോ അതിന്റെ ഗൗരവം സിദ്ദീഖിന് അറിയാം. സിദ്ദീഖിന്റെ വക്കീൽ രാംപിള്ളയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഗൗരവം സിദ്ദീഖിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖ് ഒരുപക്ഷെ രാജ്യം വിടാനുള്ള ഏറ്റവും വലിയ സാധ്യത കാണുന്നത്. അത് നിസ്സാരമായി പോലീസ് സംവിധാനവും ഗവൺമെന്റും കാണുവാണെങ്കിൽ അത്യന്തം നാണക്കേടായി പോകും. അങ്ങനെയൊന്നുണ്ടായാൽ തീർച്ചയായും ഇത്തരം ക്രിമിനലുകൾ, ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികൾ കാണിക്കുന്നവർക്ക് വലിയൊരു ആവേശകരമായ ഒരു ന്യൂസായി അത് മാറാനും സാധ്യതയുണ്ട്. സോ അതിനു മുമ്പ് സിദ്ദീഖിനെ പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിവേ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിദ്ദീഖിനെ പിടിക്കുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും സിദ്ദീഖ് എന്നുള്ളതാണ്. പെൺവേഷത്തിലാണോ, അല്ലെങ്കിൽ സിദ്ദീഖ് ഈ പറഞ്ഞ വേഷം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സിദ്ദീഖിന്റെ പഴയ വിഗുകളൊക്കെ സിദ്ദീഖ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. അതുപോലെ തന്നെ സിദ്ദീഖിനെ പിടിക്കുകയാണെങ്കിൽ കുട്ടികൾ ജയന്ദ്രൻ കട്ടിൽ കിടക്കുമോ, പായി കിടക്കുമോ, ഓടയിൽ കിടക്കുമോ, അതുപോലെ തന്നെ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി അടിച്ചു പൂക്കിറ്റായിട്ട് കോടതിയിൽ വരുമോ, നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇനി ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുന്നത് രാഹുൽ ഈശ്വറാണ്. സിദ്ദീഖ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, സിദ്ദീഖിനെ വേട്ടയാടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് സിദ്ദീഖിന് വേണ്ടി സാധിക്കാൻ വരുന്ന മഹാന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിവേ സിദ്ദീഖിനെ പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ അഭിപ്രായം എപ്പോഴും സിദ്ദീഖ് അന്യ സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടാവാം. സിദ്ദീഖിനെ പിടിക്കുക ദുഷ്കരം തന്നെയാണ്. സിദ്ദീഖ് ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുള്ള കഴിവ് സിദ്ദീഖിനുണ്ട്. പല രീതിയിൽ സിദ്ദീഖിന് മാറാൻ സാധിക്കും. എസ്പെഷ്യലി സിദ്ദീഖ് ഈ പറഞ്ഞ ഒരു മുസ്ലിം സ്ത്രീ, പറഞ്ഞിട്ടൊരു മുസ്ലിം സ്ത്രീ ആവുകയാണെങ്കിൽ ഒരിക്കലും സിദ്ദീഖിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ സിദ്ദീഖിനെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.